RSSന്റെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ സാമുദായിക താല്പര്യവുമാണ് എങ്കിൽ അതിലൊരു കണ്ണുവെപ്പുണ്ട്. ആ കണ്ണുവെപ്പ് ദീർഘകാല രാഷ്ട്രീയത്തിൽ, അജണ്ടകളുടെ ദീർഘകാല രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? മാധു, ഓർഗനൈസറിൻ്റെ ഏറ്റവും പുതിയ വെബ് പോർട്ടലിൽ വന്ന ലേഖനമാണ് നിങ്ങൾ പറയുന്നത്. ഇതുപോലെയുള്ള ഡസൻ കണക്കിന് ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഈ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ എല്ലാ കാലത്തും സംഘപരിവാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയായ നോർത്ത് ബ്ലോക്കിനകത്തിട്ടുകൊണ്ട് മാർപ്പാപ്പയുടെ കോലം LK അദ്വാനി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കത്തിച്ച ആളുകളാണ് VHPക്കാർ. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനത്തിന് മുന്നോടിയായിട്ടായിരുന്നു ആ കൃത്യം അവർ ചെയ്തത്. മാർപ്പാപ്പയുടെ കോലം ഇന്ത്യയുടെ സുപ്രധാന തന്ത്രപ്രധാന അതിവിശിഷ്ട മേഖലക്കകത്തിട്ട് കത്തിച്ചു. അദ്വാനി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയാകും. അത് 90കളുടെ അവസാനം നടന്ന വാജ്പേയിയുടെ കാലത്ത് നടന്ന കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ മതപരിവർത്തനത്തെക്കുറിച്ച്, മദർ തെരേസയെക്കുറിച്ച്, ക്രിസ്ത്യൻ സ്വത്തുക്കളും ഭൂമിയും മതപരിവർത്തനം, ഇങ്ങനെ അവർ എല്ലാ കാലത്തും ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇത്തരത്തിൽ വിഷം വമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനെതിരെയൊക്കെ ഫലപ്രദമായ പ്രതിഷേധവും പ്രതിരോധവും ജനാധിപത്യപരമായി ക്രിസ്ത്യൻ സമൂഹം എന്നും ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സമീപകാലത്തായിട്ട് നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിൻ്റെ ആസുരകാലത്ത് അത് വേണ്ടത്ര അളവിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കൂടെ അടിയുറച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. മണിപ്പൂരിൽ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണവും രീതിയും ഒക്കെ കേരളത്തിലുള്ളവരെല്ലാവരും കണ്ടതുമാണ്. അപ്പോ ഈ പ്രശ്നങ്ങളോട് കണ്ണടച്ച്, ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കാതെ, ആ പ്രശ്നങ്ങളാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാതെ കേരളത്തിന്റെ പരിസരത്താണ്, അതുകൊണ്ടാണ് ഓർഗനൈസറിന് ലേഖനം പിൻവലിക്കേണ്ടി വന്നത്, കേരളത്തിന്റെ പരിസരത്ത് മറ്റൊന്നാണ് സമീപനം എന്ന് തീരുമാനിച്ചതുകൊണ്ട്. അപ്പോ ആ രീതിയിൽ ആണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമോ? അല്ല, ഇതൊക്കെ താൽക്കാലികമായ ചില പ്രതിഭാസങ്ങളും ക്ഷണികമായ ചില കാഴ്ചകളും മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തീയ സഭകളെ സംബന്ധിച്ച്, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് സംഘപരിവാറിൻ്റെ ദംഷ്ട്രകളെക്കുറിച്ച് വളരെ കൃത്യമായ അവബോധമുള്ള ആളുകളാണ്. ആ ദംഷ്ട്രകൾ ഉള്ളിലേക്ക് ചില സന്ദർഭങ്ങളിലും കാലാവസ്ഥയിലും വലിഞ്ഞു പോയിട്ടുണ്ട് എന്ന് കരുതി അവരെ ആശ്രയിക്കാനോ വിശ്വസിക്കാനോ പറ്റുന്നവരല്ല എന്ന് അടിസ്ഥാനപരമായി ബോധ്യമുള്ളവരാണ് അവരൊക്കെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ശങ്കയുമില്ല. പക്ഷേ ഭരണത്തിൻ്റെ സാമഭേദ ദാന ദണ്ഡങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ആളുകളെ പരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ഈ ഭരണ കാലയളവിൽ, നിങ്ങൾ നേരത്തെ എമ്പുരാൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇത്ര എന്താ പറയുക, കൂലി വരമ്പത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്താണ് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ. അങ്ങനെ ഒരു കാലത്ത് പല ആളുകൾക്കും ചിലതൊക്കെ ഉറക്കെ പറയേണ്ടത് പതുക്കെ പറയേണ്ടി വരും. അശ്വത്ഥാമാവ് മരിച്ചു എന്നുള്ളത് എന്ന ആന എന്നൊക്കെ പതുക്കെ പറയേണ്ട ഒരു സാഹചര്യമാണ്. അതിനകത്ത് ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റ് മതേതര ജനാധിപത്യ ഭേദമൊന്നുമില്ല. ഇത്തരത്തിൽ പെരുമാറുന്ന പല ആളുകളുമുണ്ട്. അതൊക്കെ അവരുടെ ഗതികേട് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഇതിനൊക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം